ഹൈ സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരി. ഞാനിന്ന് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സ്നേഹാലയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു സ്നേഹഭവനം എന്ന വൃദ്ധസദനം. കാരണം സ്നേഹഭവനം എന്ന് പറയുമ്പോൾ അവിടെ അച്ഛന്മാർ, അമ്മമാർ, അതേപോലെ സഹോദരന്മാർ, സഹോദരിമാർ, അതേപോലെ മക്കൾ ഒക്കെ അടങ്ങിയ ഒരു സ്നേഹഭവനത്തിന്റെ ഒരു കുടുംബത്തിന്റെ ഒരു വീഡിയോ ഞാൻ സുഹൃത്തുക്കൾക്ക് വേണ്ടി പങ്കുവച്ചു. കാരണം ഇന്ന് പല പല ആപത്തുകളിലും കേരളത്തിൽ പല ജില്ലകളിലും ഒറ്റപ്പെട്ട് ആരുടെയും സഹായമില്ലാതെ സ്നേഹഭവനത്തിന്റെ അന്തോവാസികളായി ഇവിടെ എത്തുകയും വർഷകാലങ്ങളായി ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. അവരുടെ സുഖവിവരങ്ങൾ, അവരെന്താണ് ഇവിടെ എത്തിപ്പെട്ടത്, അവരാരാണ്, എന്താന്നൊക്കെ ഒന്നും കൂടി സുഹൃത്തുക്കളോട് ഞാൻ ഷെയർ ചെയ്യാണ്. കാരണം തികച്ചും സത്യസന്ധമായ സേവനം. കാരണം നടക്കാനും ജീവിക്കാനും പറ്റാണ്ട് വരുമ്പോൾ നമ്മളടുത്ത് എത്തുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ആ സ്വാതന്ത്ര്യം, ആ സ്നേഹം എന്താണെന്ന് നമുക്കൊന്നറിയാം. ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ, ഒരു മനുഷ്യനായി ജീവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരുപാട് അനുഭവങ്ങൾ. കാരണം എന്ത് തന്നെയായാലും നമ്മളൊരു കുടുംബത്തെ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് 10 ദിവസം നമ്മൾ കിടപ്പിലാവുമ്പോഴാണ് കുടുംബത്തിൻ്റെയും ഒക്കെ ഒരവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ആരുമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയം അപ്പോഴൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഓടുന്ന കാലം മൊത്തം ഓടും, പക്ഷെ നമ്മൾ വീഴുമ്പോൾ നമ്മൾ ആരും ഒന്നുമല്ല. അങ്ങനെ വീണവർക്ക് ഒരു മറുജന്മം, മറുജീവിതം ഈ ഭൂമിയിൽ നൽകിയ ആ സ്നേഹഭവനത്തിൻ്റെ, ആ അന്തോവാസികളുടെ, ആ കുടുംബത്തിൻ്റെ ഒരു വീഡിയോ വീണ്ടും നിങ്ങൾ കണ്ടു നോക്കൂ സുഹൃത്തുക്കളെ. പോവുകയാണ്. പേര് രവീന്ദ്രൻ. രവീന്ദ്രൻ എത്ര ഇവിടെ വന്നിട്ട്? 3.5 മാസമായി. എങ്ങനെയാണ് നമ്മുടെ സ്നേഹഭവനത്തിലെ അനുഭവങ്ങളെ? നന്നായിരിക്കും. എല്ലാം കൊണ്ടും ഭക്ഷണമായാലും മറ്റുള്ള കാര്യങ്ങളായാലും സമയാസമയങ്ങളിൽ കിട്ടുന്നുണ്ട്. സന്തോഷമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. അതെ. ഒരു മനസ്സ് വിഷമങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഹാപ്പിയാണ്. ഉറപ്പല്ലേ? അതെ അതെ. ഒന്നും പറയാനില്ല. നമ്മുടെ പ്രേക്ഷകരോടൊന്നും പറയാനില്ല. വളരെ സന്തോഷമാണ്. ബിനേട്ടാ, എന്താണ് സ്നേഹഭവനത്തെ കുറിച്ച് പറയാൻ? ഞാൻ എന്റെ വീട്ടുകാർ 1.5 വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ വന്നിട്ട് എന്റെ വീട്ടുകാർ കൊണ്ടുപോക്കിയതാണ്. പക്ഷെ ഇവിടെ കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമായിട്ടുള്ള ജീവിതം. വളരെ സന്തോഷമാണ്. ഒരുപാട് മനസ്സ് മുട്ടിയപ്പോഴാണ് ഇവിടെ എത്തുന്നത്. തീർച്ചയായിട്ടും സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ എത്തിയില്ലേ? സന്തോഷമല്ലേ? സന്തോഷമാണ്. ഉറപ്പല്ലേ? ഉറപ്പ്. ഇവിടെ ഗിരീഷ് ചേട്ടൻ മലപ്പുറം ജില്ലക്കാരനാണ് കേട്ടോ. ഗിരീഷ് ചേട്ടൻ എന്താ പറയാനുള്ളത്? ഗിരീഷ് ചേട്ടാ, എന്താണ് സുഖമാണ് അവിടെ? അതെ, സന്തോഷം. ഇവിടെ വന്നിട്ട് വളരെ സന്തോഷമാണ്. മലപ്പുറം സ്വദേശിയാണ് അല്ലേ? ഇപ്പൊ വന്നിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ? മനസ്സ് വിഷമങ്ങളൊന്നുമില്ല ഇല്ലേ? എന്തെങ്കിലും ഉണ്ടോ വിഷമങ്ങള്? തുറന്ന് പറയാം. വീട്ടിൽ പോകണം എന്നൊരു മനസ്സിലൊരു വിഷമമുണ്ട്. വീട്ടുകാർ വരുന്നില്ല. ഒന്ന് വന്ന് നോക്കിയില്ലേ? അവര് വരും. ഓക്കെ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വിളിച്ച് കാണാം. കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ബാബട്ടാ, കൈക്ക് സ്വാധീനക്കുറവുണ്ടായിരുന്നു ഇവിടെ വരുമ്പോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല വൃത്തിയുണ്ടല്ലോ. ഒന്ന് പൊക്കി കാണിക്ക കൈ. ഇത്രയൊക്കെ പൊന്തി. കാരണം ബാബുവേട്ടന്റെ ഒരു സൈഡ് മൊത്തം തളർന്നിട്ടാണ് ഇവിടെ എത്തിയത്. ബാബുവേട്ടന്റെ കൈയൊക്കെ കുറച്ച് ഭേദമായി. ഇവിടെ സുഖമല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? വിഷമങ്ങൾ വല്ലതും ഉണ്ടാ? ഒന്നുമില്ല. സന്തോഷമല്ലേ? ഓക്കെ. ആൽബം എന്ന എൻ്റെ അനുജനാണ്. കാരണം അദ്ദേഹം ആന്ധ്ര സ്വദേശിയാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു ബസ് സ്റ്റാൻഡിൽ ഒറ്റപ്പെട്ടിട്ട് ആരും നോക്കാണ്ടില്ലാണ്ട് അവിടുത്തെ സംഘടകർ കൊണ്ടുവന്നിട്ടുണ്ട്. വരുമ്പോൾ വളരെ മാനസിക പ്രശ്നങ്ങളും വളരെ വിഷമമായിരുന്നു. സത്യമായിട്ടും మనిషినొప్పం మనిషి రూపത്തിൽ అయితీరున్న సెల్వేటన్ ఏమండి బాగున్నారా? బాగున్నారు. ఏం చేస్తాను? టిఫిన్ తిన్నావా? ఇంకా నల్లరికా? బాగున్నారా? బాగున్నా? പറയ് ബാగున్నారు എന്ന് പറഞ്ഞേ. ബാగుണ്ടോ? എന്നുവെച്ചാൽ വളരെ സന്തോഷമായി ഇരിക്കുന്നു എന്നാണ് ആൾ പറഞ്ഞത്. തെലുങ്കനാണ്. എന്തായാലും നമ്മുടെ ഇവിടുത്തെ അന്തോവാസിയല്ല, നമ്മുടെ രാജ്യം ഇവിടുത്തെ എല്ലാ പണികളും നോക്കും, എല്ലാം സഹായിക്കും, എല്ലാവർക്കും ഒപ്പം നല്ല മനുഷ്യനാണ്. ഓക്കെ, താങ്ക് യു. ജിനോ എന്ന ഏട്ടന് അത്യാവശ്യം നടക്കാനൊന്നും പറ്റില്ല. ആക്സിഡന്റില് ബുദ്ധിമുട്ടായതാണ്. ബന്ധുക്കളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇവിടുത്തെ ഒരു സുഖങ്ങളുമായി അദ്ദേഹം ഇവിടെ വന്നിട്ട് ഏകദേശം ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു. കാരണം ഇപ്പം അദ്ദേഹത്തിന്റെ എന്താണ് അവസ്ഥകളൊക്കെ
എന്താണ് പറയാനുള്ളത്? ഇവിടെ നല്ല അഭിപ്രായം. പിന്നെ സർവേഷനോട് തുടർന്ന് പോകാൻ വേണ്ടി സർവേശ്വരനോട് എല്ലാ ആരോഗ്യം തന്നെ തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു അല്ലേ? ഇവിടെ വളരെ സന്തോഷമല്ലേ? സന്തോഷം. വലിയ ചെറുപ്പക്കാരും വലിയ വയസ്സുന്ന അച്ഛന്മാരും ഒരുപാട് അമ്മമാരും ഒക്കെ ഇഷ്ടപ്പെടുന്ന പല പല കാരണങ്ങളുണ്ടാവും. നമുക്ക് വേണ്ടാത്തവർ നമുക്കെന്തിനാ? നമ്മളെ സ്നേഹിക്കാൻ എത്രയോ പേര് ലോകത്ത് നല്ല മനസ്സുള്ളവരുണ്ട്. വേണ്ടാത്തവരെ പിന്നിലേക്ക് നമ്മൾ പോയിട്ടൊന്ന കാര്യമില്ല. പക്ഷെ ഇതൊക്കെയാണ് സത്യസന്ധമായ. കാരണം അവരുടെ ഓരോരുത്തവരുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ ചില്ലറയല്ല. ഇതൊക്കെ ചെറുപ്പക്കാരാണ്. ഇവരൊക്കെ എത്രയോ കാലം ജീവിക്കേണ്ടതാണ്. ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. ഇവിടെ എല്ലാവരും സ്നേഹിക്കാൻ മനസ്സുള്ളവർ. അതാണ് നമ്മുടെ സ്നേഹഭവനം. അടുത്തത്, ലോകമെമ്പാടും ഒരുപാട് നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാരും ഒരുപാട് പേര് ഒരുപാട് വീഡിയോയിൽ ഷെയർ ചെയ്ത നമ്മുടെ മലപ്പുറത്തൊരാണ്. അമ്മ എന്താണ് നിങ്ങളോട് പറയാൻ? സുഹൃത്തുക്കളെ, നമ്മുടെ മുത്തിയാണ്. മുത്തിക്ക് നിങ്ങളോടൊക്കെ എന്തോ കാര്യങ്ങൾ വർഷങ്ങളായി ഇവിടെ വന്ന് നാളേക്ക് നാളെ ജീവൻ പോകും എന്നുള്ള നിലയിലാണ് ഈ അമ്മ ഇവിടെ. പക്ഷെ അതുപോലെ പലരും, അതുപോലെ നിരവധി ആൾക്കാരുള്ളിൽ കാല് മുറിച്ചിട്ടും എണീറ്റ് നടക്കാൻ പറ്റാണ്ടും മുറിവുകൾ ബാധിച്ചിട്ടും ഒക്കെ ഭൂമിയിൽ ഒരുപാട് പേര്. നമുക്ക് അവരെയും കാണും. അമ്മയ്ക്ക് എന്താണ് അമ്മ മക്കളോട് പറയാനുള്ളത്? മക്കളോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അവര് തിരിഞ്ഞു നോക്കണില്ല. 1.5 കൊല്ലമായി ഇവിടെ വന്നു. സാറിന്റെ ഒരു അനുഗ്രഹത്തില് ഇവിടെ ഞങ്ങൾ ജീവിച്ചു. ഞങ്ങളെ എല്ലാവരും സഹായിച്ച് സ്നേഹമായിട്ട് പെരുമാറും. സ്ഥാപനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും സഹായിക്കും. സ്ഥാപനത്തിന് വേണ്ടി എല്ലാവരും സഹായിക്കണം അല്ലേ? തീർച്ചയായിട്ടും കാണുന്നവര് നമ്മളെ സഹായിക്കും. കാരണം ഇവിടെ സത്യസന്ധമായ കാര്യങ്ങളാണ് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്നേഹ സഹോദരങ്ങൾക്ക് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അല്ലേ? അല്ലേ? ഇനി മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും പറയണ്ട? ഇവിടെ എങ്ങനെയാ? സുഖമല്ലേ? വിഷമമൊന്നുമില്ലല്ലോ? ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള സ്നേഹം, നല്ലത്. നമ്മളെ കുടുംബം തന്നെയല്ലേ ഇത്? അനാഥ മന്ദിരമാണോ? അല്ല, കുടുംബമാണ്. ഞങ്ങൾ ഒത്തൊരുമയുള്ള ഒരു നല്ല കുടുംബമാണ്. പലരും പല മേഖലകളിൽ ഒറ്റപ്പെടുമ്പോൾ നമ്മള് ഈ സ്നേഹാലയം യൂട്യൂബ് ചാനലിലൂടെ പല സ്ഥലങ്ങളിലൂടെ കണ്ടെത്തുന്നവരെ എല്ലാം സംരക്ഷിക്കുന്ന ഒരു സ്നേഹഭവനമാണ്. പറയാൻ ഒരുപാട് നന്മയേറിയ വാക്കുകൾ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കാല് മുറിച്ചിട്ടും ഒരുപാട് മെഡിക്കൽ കോളേജുകളിൽ നിന്നും അഭയം തേടി ഇവിടെ നോക്കാതെ മക്കൾ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയവരും മക്കളില്ലാത്തവരും അവരെയും കൂടി നമുക്ക് ഓക്കെ ഒരു പാട്ട് പാടിയെന്ന് കേട്ടിട്ട്. കണ്ടും ഭാരത്തിന്റെ കടുപരമാനിന്റെ കണ്ണും വരത്തിന്റെ കോവനയാറിന്റെ അമ്മ പത്താരവാദിന്റെ കണ്ണും വരത്തിന് കണ്ണകാരക്കര മാമ പട്ടിക്കുറിക്കുന്ന ധാരാവയന്റെ അമ്മയാണ് എന്റെ അമ്മ. ഇവിടെയും അമ്മ എന്ന ആ ഒരു വാക്ക് വളരെ പ്രാധാന്യമാണ്. നമ്മളെവിടെ എന്ത് സംഭവിച്ചാലും നമുക്ക് എന്ത് വേദനിച്ചാലും ആദ്യം നമ്മുടെ വാക്കുകളിൽ നിന്ന് വരുന്നത് അമ്മ എന്നൊരു വാക്ക്. അതുപോലെ നമ്മൾ വളർത്തുന്ന മക്കളും നമ്മുടെ മക്കള് എന്നുള്ള ഒരു ഏക പ്രതീക്ഷയോടുകൂടി നമ്മളവരെ വളർത്തിക്കൊണ്ടുപോകും. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുക, ചെറുപ്രായത്തിൽ നമ്മുടെ ഏറ്റെടുത്ത് ആ മക്കളെ നമ്മൾ വളർത്തി മണ്ണും പൊടിയും പറ്റാണ്ട് കാത്തു സൂക്ഷിച്ചു കൊണ്ടുവരുന്ന മക്കൾ ലാസ്റ്റ് വാർദ്ധക്യത്തിലെത്തുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ ഒരുപാട് അങ്ങനെയൊക്കെ അനുഭവങ്ങളുള്ളവരാണ്. കാരണം നാളെ ഒരുപാട് പേരെ നമ്മൾ പെരുവഴിയിൽ ഉപേക്ഷിക്കുന്നു, ആർക്കും വേണ്ടാണ്ട് കളയുന്നു. ജീവിതം ഒരിക്കലേ ഉള്ളൂ. അതിനുവേണ്ടി ജീവിച്ചു മരിക്കുന്ന അനേകം ആൾക്കാരുണ്ട് ലോകം. ആ ജീവിതത്തിൻ്റെ താളം തെറ്റുമ്പോൾ ഉണ്ടാവുന്ന വിഷമങ്ങൾ വളരെയാണ്. അത് നമുക്ക് പറഞ്ഞാലും ചെയ്യും. കാരണം ഒരാഴ്ചയിൽ നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ സ്നേഹങ്ങൾ കൊടുക്കാം, അത്രയൊക്കെ വാരിക്കോരി കൊടുത്താലും ഒരു കുടുംബത്തിൽ നമ്മൾ 10 ദിവസം ഒറ്റപ്പെടണം, അല്ലെങ്കിൽ കിടക്കുമ്പോഴേ അറിയൂ ആ കുടുംബത്തിൻ്റെ സാക്ഷാൽ മുഖം. നമ്മൾ ആരോഗ്യവാൻ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സംരക്ഷിച്ചുണ്ടാക്കുന്ന കുടുംബങ്ങൾ കൈവിട്ടു പോകുന്നത് നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുമ്പോഴാവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിക്കുമ്പോഴാവാം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റാണ്ടാവുമ്പോഴായിരിക്കും. അപ്പം അങ്ങനെയുള്ള മേഖലകളിൽ താമസിച്ച് ജീവിച്ച് ഒറ്റപ്പെടുമ്പോൾ നമുക്ക് ആശ്രയം കിട്ടുന്നത് ഇങ്ങനെയുള്ള സ്നേഹഭവനങ്ങളും അനാഥാലയങ്ങളും ഒക്കെയാണ്. വളരെ സത്യസന്ധമായി എല്ലാ സ്നേഹാലയങ്ങൾക്കും ഞാൻ പറയാം, എല്ലാ അനാഥാലയങ്ങൾക്കും പറയാം,
നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അവസാന അന്ത്യശ്വാസം വരെയും കൊടുക്കാൻ പറ്റുന്ന സ്നേഹം എന്ന് പറയുന്ന ഒരു സന്ദേശവും അവരുടെ ഭക്ഷണവും വസ്ത്രവും അത് നമ്മൾ മുടക്കാതെ, അവരുടെ മരുന്നും മുടക്കാതെ നമ്മൾ സംരക്ഷിച്ചാൽ നമ്മളോടൊപ്പം ഇനിയും ജീവിക്കും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ ഇനി ഉള്ളിലേക്ക് പോവുകയാണ്. അന്തോവാസിൽ നമുക്കൊന്നുകൂടെ കാണാം. ഞാൻ മലപ്പുറത്ത് ജനിച്ചു വളർന്ന് വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂർ താമസം. നിലമ്പതി എന്ന സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത്. ഭർത്താവ് ഞാനും 27 കൊല്ലം ആ വീട്ടിൽ താമസിച്ചു. പക്ഷെ 2021 കോവിഡ് വന്ന് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. പിന്നെ ഞാൻ അനാഥയായി. ഞാനും ഒരു പട്ടിയും ആയിരുന്നു അവിടെ താമസിച്ചിട്ട്. അങ്ങനെ ഈ കഴിഞ്ഞ ജൂലൈയിൽ എനിക്ക് അബോധാവസ്ഥ വന്ന് ഞാൻ അറിയാതെ എവിടെയോ മുറ്റത്ത് എവിടെയോ വീണ് എനിക്ക് ദേഹമാസകല അരക്ക് താഴോട്ട് മുറിവുകളും എൻ്റെ കാലിന് ഒരു നീരിൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നു. അത് കാരണം അത് പഴുത്ത് ആകതായി പാദം മുറിച്ചു നീക്കേണ്ടത് വന്നു. നിലമ്പൂർ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ പഞ്ചായത്തിൽ നിന്നും വലിയേറ്റി എല്ലാവരും കൂടെ വന്ന് എന്നെ നിലമ്പൂർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് എനിക്ക് ബോധം കിട്ടിയതിന് ശേഷം നിലമ്പൂരത്തെ ഡോക്ടർമാർ പറഞ്ഞു, ഇവിടെ ഇനി രക്ഷയില്ല, കാരണം ഞങ്ങൾക്ക് ഇവിടെ നിർത്താൻ പറ്റില്ല, നിങ്ങളെ മുറിവുകളും മറ്റുള്ളതെല്ലാം കോഴിക്കോട് റഫർ ചെയ്യുകയാണ്. അവിടെ ചെന്നതിന് ശേഷം പാദം മുറിച്ച് നീക്കണമെന്ന് പറഞ്ഞു. ജൂലൈ 20 അങ്ങനെ എന്നെ ഒരു ആരാധിക്കാതെ ആംബുലൻസിൽ അയച്ച് ജൂലൈ 28 അവിടെ എത്തി. പുലർച്ചെ 4 മണിക്ക് പാദം മുറിച്ചു നീക്കി. പാദം മുറിച്ചതിന് ശേഷം 10-30 അനാഥരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പിലാണ് എന്നെ പെടുത്തിയത്. അവരിങ്ങനെ തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടൊന്നും തരുന്നുണ്ട്. പക്ഷെ അവര് നിന്ന് കഴിപ്പിക്കാനൊന്നും അവർക്ക് സമയമില്ല. വേറെ ഒരുപാട് പേര് നോക്കാനുള്ളത് കൊണ്ട് അവര് ഭക്ഷണം വെച്ച് പോവും. പക്ഷെ എൻ്റെ ആ വീഴ്ചയിൽ എനിക്ക് ബോധം തിരിച്ചു കിട്ടിയെങ്കിലും എനിക്ക് സംസാരിക്കാനോ സ്വയം എണീച്ചിരിക്കാനോ ഒരു ഗ്ലാസ് ചായ പോലും എനിക്ക് കഴിക്കാൻ പറ്റാതെ ഞാൻ ഒരുപാട് വിഷമിച്ചു. എന്നാൽ അടുത്ത ബെഡിലുള്ള കൂട്ടിരിപ്പുകാർ വന്നിട്ടാണ് എനിക്കൊരു ഗ്ലാസ് ചായ എന്തെങ്കിലുമൊക്കെ തരുന്നത്. അങ്ങനെ ഞാൻ പട്ടിണി കിടന്നു. ആയപ്പോൾ ഞാൻ എന്നെ ഡ്രസ് ചെയ്യാൻ വേണ്ടി ഹൗസിംഗ് സർജൻ വന്നപ്പോൾ കൂടെ ഒരാളുണ്ടായിരുന്നു. അവരോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്തെങ്കിലും ഒരു അനാഥാലയത്തിൽ എന്തെങ്കിലും എന്നെ ഏൽപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവര് പെരിന്തൽമണ്ണ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞു. അപ്പൊ അവിടെ ശരിയാവില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ നമ്മളെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്നേഹാലയം പാലക്കാട് ജില്ലയിലെ പിന്നെ വടക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സ്നേഹാലയത്തിലാണ് ഞാൻ എന്നെ ഇവിടേക്ക് വന്നതിന് ശേഷം ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തനിയെ എണീച്ചിരിക്കാനും എനിക്ക് അതിനുള്ള ചായ കൈകൊണ്ട് എടുത്ത് കഴിക്കാനും ഭക്ഷണം കഴിക്കാനും സാധിച്ചു. എൻ്റെ മുറിവുകളൊക്കെ ഇവിടെ ഒരു രമ്യ എന്ന് പറഞ്ഞ സിസ്റ്റർ, അവരാണ് എന്നെ ഇത്രയും ഈ അവസ്ഥയിൽ മുറിവുകളൊക്കെ ഉണക്കി എന്നെ സംരക്ഷിച്ചത്. ഇപ്പോ കാലിന്റെ മുറിപ്പാടുകളൊക്കെ ഉണങ്ങി, പക്ഷെ എനിക്ക് എണീച്ചിരിക്കാൻ പറ്റുന്നില്ല, സാധിക്കണില്ല. പക്ഷെ ഈ സ്നേഹാലയത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട്. ഇതിന്റെ ചെയർമാനായ മഹേഷ് സാർ അവറുകൾക്കും അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന സുകുമാർ അവറുകൾക്കും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിലും അവര് ഈ സ്നേഹാലയം നടത്താനും ഇവിടെ കുറെ അഗതികളെ മാനസികാവസ്ഥയുള്ളവർ സഹോദരിമാരും സഹോദരന്മാരും വാർദ്ധക്യ സഹജമായ രോഗമുള്ളവരെല്ലാം ഉണ്ട്. അവരൊക്കെ അവരുടെ മനസ്സ് എങ്ങനെയൊക്കെയോ സഹിച്ചാണ് അവര് നമ്മളെയൊക്കെ ഈ രീതിയിൽ നോക്കുന്നത്. എന്നാൽ ഇവിടെയുള്ള പോരാട്ടങ്ങൾ നടത്താൻ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സന്മനസ്സുണ്ടെങ്കിൽ ഞങ്ങളെ വന്ന് സഹായിച്ച് എനിക്കൊരു പാദരക്ഷകൾ തന്ന് എന്നെ സഹായിക്കാനും ഈ സ്നേഹാലയത്തില് എമർജൻസി സൗകര്യം എല്ലാവരും കറണ്ട് പോയാലും വെളിച്ചല്ല മെഴുകുതിരി പോലും ചിലപ്പില്ല, പൈസക്കും എല്ലാം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ട് എമർജൻസി സൗകര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള വസ്ത്രങ്ങളോ ആഹാരങ്ങളോ വെച്ചതോ വേറെയോ ആയ സാധനങ്ങളൊക്കെ തന്ന് ഈ സ്നേഹാലയത്തിനെ ഒന്ന് പുനർജീവിക്കണം. അതിന്
നിങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഈ അവസ്ഥയിൽ അവരാണ് എന്നെ നോക്കി, അതായത് എൻ്റെ രമ്യ എന്ന് പറഞ്ഞ അവരോട് ചെയർമാൻ സാറിനോട് കൊടുത്ത്, പക്ഷെ അവൻ എന്നെ നോക്കി അവിടെ തൊഴിൽ കയ്യോടെ സ്വീകരിക്കുന്നത്. കാരണം ആ സ്ത്രീ എന്നെ സഹിച്ച് നോക്കി. അതുകൊണ്ട് ഇനി ആരെങ്കിലും എൻ്റെ ബന്ധുക്കളോ ആരെങ്കിലും റിലേറ്റീവ് നല്ല ആളുകളും ഒക്കെ ഉണ്ട്, ബന്ധുക്കളായ ആളുകളൊക്കെ നിലമ്പൂർ പരിസരത്തൊക്കെ ഉണ്ട്, അവരൊക്കെ ആരെങ്കിലും ഈ വീഡിയോ കാണാൻ ഇടവന്നാൽ എനിക്കുള്ള സാമ്പത്തികമായ സഹായങ്ങളോ എന്നെ വന്നൊന്ന് കാണാനും, ഇത് വടക്കഞ്ചേരി എന്ന സ്ഥലത്ത് ഒരു ടാർ റോഡിന്റെ അടുത്താണ്, കാറ് കയറാനുള്ള സൗകര്യമൊക്കെ ഉള്ള സ്ഥലമാണ്. വന്ന് ഞങ്ങളെല്ലാം കണ്ട് അനുഗ്രഹിച്ച് നമ്മൾക്ക് സാമ്പത്തിക സഹായം തന്ന് സ്വീകരിച്ച് ഈ മഹേഷ് അവർകളെയും കുമാരൻ അവർകളെയും സഹായിച്ച് ഈ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ കണ്ടല്ലോ, വളരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരുപാട് വിഷമങ്ങൾ നമുക്ക്. കാരണം ഒരു മനുഷ്യനായി ജനിച്ചുപോയ പല പല ദുരിതങ്ങളും പല ദുഃഖങ്ങളും പല പ്രയാസങ്ങളും പല സന്തോഷങ്ങളും അനുഭവിച്ചിട്ടാണ് ഭൂമിയിൽ. ചുരുങ്ങിയ ഒരു ഷോർട്ട് ടൈമിൽ കിട്ടുന്ന ജീവിതമാണ്. ആ ജീവിതം ചിലപ്പോൾ ഒറ്റപ്പെടുമ്പോൾ ഉപേക്ഷിക്കുന്നവർക്ക് സന്തോഷമായിരിക്കാം, ഉപേക്ഷ അനുഭവിക്കുന്നവര് വളരെ ദുഃഖിതരായി. അവരെ ഈ പുറലോകത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഇവരെ ഇങ്ങനെ സംരക്ഷിക്കുമ്പോൾ അവരുടെ വിഷമങ്ങളും അനുഭവങ്ങളും ഒക്കെ നമ്മൾ എന്തായാലും ഈ സ്നേഹഭവനത്തിൽ ഒരുപാട് പോരാക്കുറവുകൾ. ഞങ്ങൾ വാടക ബിൽഡിങ്ങിലാണ്, സ്വന്തം സ്ഥലവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ പരിമിതിയോടുകൂടി ഞങ്ങൾ ഇത്രയും നല്ല പ്രവർത്തനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ കാണുന്ന സ്നേഹമുള്ള സഹോദരന്മാരും സഹോദരിമാരും നാട്ടിലെ നന്മയേറിയ മനസ്സുള്ള മനസ്കരും നമ്മുടെ ഈ സ്നേഹഭവനത്തിന് വേണ്ടി, ഈ അന്തോവാസികൾക്ക് വേണ്ടി നിങ്ങളിലാവുന്ന സഹായവും സഹകരണവും കിട്ടണം എന്ന തരം എന്നുള്ള പ്രതീക്ഷ ഈ അമ്മമാർക്ക് ഉണ്ട്. ഞങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ടും സഹായവും സഹകരണവും, അതുപോലെ ഈ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ലൈക്കും ബെൽ ബട്ടണും അമർത്തി മിക്ക നല്ല മനസ്കരുടെ മുന്നിലേക്ക് എത്തുന്നത് വരെയും ഷെയർ ചെയ്ത് സഹായിക്കുമെന്നുള്ള ഏക പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. ക്യാമറമാൻ സുമാരനൊപ്പം മഹേഷ് വടക്കഞ്ചേരി. ഹായ്, ഓക്കെ, ശരി, പോയിട്ട് വരാട്ടാ. ശരി, ഓക്കെ.